അല്ല, ഞാൻ പ്രതീക്ഷിച്ച ആള് തന്നെ ആയിരിക്കണേ പെട്ടിക്കകത്ത്, വേറെ ആരും ആയിരിക്കണ്ടേ പെട്ടിക്കകത്ത്. അല്ല, കാത്തോളനെ ഞാൻ പ്രതീക്ഷ ആളായിരിക്കണേ. ഞാൻ തുറന്നു നോക്കാൻ പോവാണേ. ഓടി. അയ്യോ, യമുന ചേച്ചി ആയിരുന്നു. കുഴപ്പമില്ല, യമുന ചേച്ചിക്ക് ഇരിക്കട്ടെ ഒരു കെട്ടിപ്പിടുത്തം, ഒരു ഉമ്മ. ഇരിക്കട്ടെ ചേച്ചി, ഉമ്മ. ചേച്ചി വെച്ചോ ഉമ്മ കേട്ടോ. ചേച്ചി കൊള്ളാലോ, ചേച്ചി അടിപൊളിയായിരുന്നു. ചേച്ചി സുഖമല്ലേ ചേച്ചി? ബിഗ് ബോസ് മാമ നാളെ എന്നെങ്കിലും എന്റെ ഗബ്രിമോനെ ആ കക്കൂസിനകത്ത് കൊണ്ട് തന്നാൽ മതി. വേറെ എങ്ങും വേണ്ട, ആ കക്കൂസിനകത്ത് എത്തിച്ചാൽ മതി. ഞാൻ അവിടെ പോയി അവന്റെ കൈ ഉണ്ടല്ലോ, അവന്റെ കയ്യിലോട്ട് ഉമ്മയൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് കടിച്ചെനിക്ക് തിന്നണം. അവന് ഒരു കടി എനിക്ക് കൊടുക്കണം. അവന് ആ കടി കൊടുത്തതിന് ശേഷം മാമൻ എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് എല്ലാവരും വന്ന് അവനെ കണ്ടോട്ടെ മാമ, പ്ലീസ് മാമ, നാളെ ഒന്ന് കൊണ്ടുവരണേ അവനെ മാമ. അയ്യോ എന്റെ പൊന്നു മക്കളെ, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 93. എന്റെ കുഞ്ഞിനെ പറ്റി പറയാതെ എങ്ങനെ ഞാൻ തുടങ്ങും ഇന്നത്തെ എപ്പിസോഡ്? നിങ്ങൾ പറ. എന്റെ മോളുടെ വിഷമം നിങ്ങൾ കണ്ടോ? അവക്ക് എന്ത് സങ്കടം അവക്ക്. ആ ബിഗ് ബോസ് മാമനെ ഒന്ന് കൊടുത്തൂടാ ഞങ്ങളെ ചെറുക്കനെ. അവക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആരെ കണ്ടാലും മറ്റേ ആക്രാന്തം കൊണ്ട് മൂക്കുക. എനിക്കറിയാൻ പാടില്ല. യമുന ചേച്ചിയുടെ ഭാഗ്യം കണ്ടോടനെ കെട്ടിപ്പിടിച്ച്. അയ്യോ, ഞാൻ വിചാരിച്ചു മിക്കവാറും തിന്നുമായിരിക്കുന്നു, കയ്യൊക്കെ കടിച്ച് പറിക്കുമായിരിക്കുന്നു, കണ്ണ് കാണാൻ പറ്റാതെ ഗബ്രിയാണെന്ന് വിചാരിച്ച്. അത്രയ്ക്ക് അങ്ങോട്ട് അവിടെ എല്ലാം മറ്റേ തേരാപ്പാരം നടക്കുക ഭ്രാന്ത പിടിച്ചിട്ട്. എനിക്കറിയാൻ പാടില്ല. എന്റെ കുഞ്ഞിനി പുറത്തിറങ്ങുമ്പോ ഇനിയും അയ്യോ എന്നാ ചെയ്യും? നമ്മുടെ ബ്ലോക്ക് അണ്ണനാണെങ്കിൽ വീട്ടിൽ പിടിച്ച് പൂട്ടിയിടും. ഇവിടെ എങ്ങനെ പാവത്തിനെ ഒന്ന് കാണും? എനിക്ക് തോന്നുന്നു മിക്കവാറും മറ്റേ 2ാം നിലയിലായിരിക്കുമല്ലോ കിടക്കുന്നത്. അവിടെ നിന്നൊക്കെ എല്ലാവരും ചാടി ഇറങ്ങി ഓടുമായിരിക്കും മിക്കവാറും ഗബ്രിയുടെ വീട്ടിലേക്ക് രാത്രിയിൽ. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു എന്തായാലും. അപ്പോ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 93 അടിപൊളിയായിരുന്നു. രാവിലെ തന്നെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ജിൻഡോ ചേട്ടനൊക്കെ ഫ്രണ്ടിലുണ്ട്. അപ്പൊ ഡാൻസ് ഒക്കെ കളിച്ച് പരിപാടി അങ്ങോട്ട് തുടങ്ങുന്നു. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് ജസ്റ്റ് കഥകളൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജാസ്മിനുണ്ട്, അർജുൻ പണ്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ വീഴുമ്പോഴത്തേക്കും എന്നെ പൊക്കി എടുത്തോണ്ട് പോകത്തില്ല, അതിനെപ്പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ടോക്ക് അവിടെ നടക്കുന്നുണ്ട്. അതൊരു സൈഡിൽ കൂടെ നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അർജുൻ ശ്രീതു കോംബോയെ പറ്റി നമ്മുടെ ഋഷി ആൻഡ് അബി അവർ നമ്മുടെ പഴയ പവർ റൂമിലിരുന്ന് അവിടെ ഇരുന്ന് പവർ റൂം, അത് തന്നെ ഇപ്പൊ എന്താണ് പീപ്പിൾസ് റൂം, അതിനകത്തിരുന്ന് കഥ പറയുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ ഇരുന്ന് അവർ കഥയൊക്കെ പറയട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു അലമാരി പുറത്ത് വരുന്നുണ്ട്. ബാക്കി എല്ലാവരും പീപ്പിൾസ് റൂമിൽ ഫസ്റ്റ് ഇവർ അവിടെ നിന്ന് കഥ പറയുന്ന കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും അകത്ത് പീപ്പിൾസ് റൂമിൽ തന്നെ വരുന്നുണ്ട്. അതിനുശേഷം ഒരു അലമാരി പുറത്ത് വരുന്നു. എല്ലാവരും തുറന്നു പോയി നോക്കുന്നു. ശ്രീതു ആണ് പോയി പുറത്ത് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ജാൻമണിക്കുട്ടിയാണ് അതിനകത്ത്. അപ്പം നമ്മുടെ ജാസ്മിൻ അതിനകത്തുനിന്ന് അങ്ങോട്ട് നമ്മുടെ പവർ റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പീപ്പിൾസ് റൂമിൽ നിന്ന് ഇറങ്ങി പെട്ടിയുടെ അടുത്തോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് എല്ലാവരും വരുമായിരിക്കും, എല്ലാവരും എനിക്ക് കാണാൻ പറ്റുമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജാൻമണി പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ കുട്ടി അവിടെ എല്ലാം കിടന്ന് തപ്പുന്നു. ഇനി വേറെ ആരെങ്കിലും ഇവിടെ കാണും ഉണ്ടോ എന്നൊക്കെ പോയി തപ്പുവാ നമ്മുടെ ജാസ്മിൻ കുഞ്ഞ് ഫുള്ള് തപ്പല്ല, ഗബ്രിയെ തപ്പുവല്ല, വേറെ ആരെ തപ്പന്നെ അവള്. അപ്പൊ അങ്ങനെയൊക്കെ തപ്പുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജാൻമണി പറയുന്നുണ്ട്, ജാൻമണി വന്നിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവിടെ വന്നു നമ്മുടെ ഋഷിക്കുട്ടനെ ശ്രീധുവിനെ കെട്ടിപ്പിടിച്ചു. ശ്രീധു ആണല്ലോ തുറന്ന് പുറത്തേക്ക് ഇറക്കിയത്. അപ്പം ശ്രീധുവിനെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം ഋഷിക്കുട്ടനെ കെട്ടിപ്പിടിക്കുന്നു. നമ്മുടെ ജിൻഡോ ചേട്ടനെ കെട്ടിപ്പിടിക്കുന്നു. നമ്മുടെ അർജുക്കുട്ടൻ മാത്രം അവിടെ മൂലക്കുണ്ട്. അർജുക്കുട്ടൻ നൈസായിട്ട് വന്നൊന്ന് കെട്ടിപ്പിടിക്കാൻ ജാൻമണി മൈൻഡേ ചെയ്തില്ല. പുറകെ കൂടെ ഒന്ന് ചെന്ന് അവനെ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് തന്നെ അവൻ നമ്മുടെ ജാൻമണി നൈസായിട്ട് മൈൻഡ് ചെയ്യാതെ ഇപ്പുറത്തേക്ക് വന്ന് വീണ്ടും നമ്മുടെ ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വന്ന് ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കാണാം. വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു എന്താ വലിയ മൈൻഡ് ഒന്നും ഇല്ലാത്ത, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവും എന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. ജാൻമണി അറിയാമല്ലോ, ദ പവർ ഗേൾ, മൈൻഡ് പോലും ഇല്ല, പോടാ അത്രേ ഉള്ളൂ അവിടെ. അപ്പൊ എന്തായാലും അത് കഴിയുമ്പോഴത്തേക്ക് ഈ വീടിന്റെ വില പുറത്തു പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയെന്നൊക്കെ ജാൻമണി പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ ചേട്ടൻ വന്നിട്ട് അത് എനിക്ക് മനസ്സിലായി, എന്നെ ഒന്ന് പുറത്തേക്ക് ആക്കിയിട്ട് പിരിച്ചു കയറ്റിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഒന്ന് ഇറങ്ങിയ കുറച്ച് നിമിഷം കൊണ്ട് പണിയാണ്, ഇവിടുന്ന് ഇറങ്ങുന്നത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണെന്നൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാനൊന്ന് നന്നായത് എന്നൊക്കെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട്. നല്ല കാര്യം, പുള്ളി അങ്ങനെ ഇറങ്ങി തിരിച്ചു കയറിയപ്പോൾ പുള്ളി അത് മനസ്സിലാക്കിയിട്ട് നന്നായല്ലോ. അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാവരും പറയുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു ചേഞ്ചാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. സോ വളരെ നല്ല കാര്യം, പുള്ളിക്ക് അത് മനസ്സിലായി എന്തായാലും. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ജാസ്മിനും ജാൻമണിയായിട്ടുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ ഉണ്ട്. ജാൻമണി ഇവർ തമ്മിൽ സ്ഥിരം വഴക്കൊക്കെ ആയിരുന്നില്ല. അപ്പം അതൊക്കെ ഞാനതൊക്കെ മറന്നു എന്നൊക്കെ ജാൻമണി പറയുന്നുണ്ട്. ഇല്ല, ജാസ്മിനും പറയുന്നു ഞാനതൊക്കെ വിട്ടു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. അങ്ങനെ ജാസ്മിന്റെ 2 വോട്ട് കിട്ടട്ടെ. ബാക്കി അല്ല, ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് വെച്ച് ജാസ്മിൻ ഹേറ്റേഴ്സ് ആണ്. ഇപ്പം ജാസ്മിൻ അതായിരിക്കും വിചാരിച്ചത്, ഒരു ഉമ്മയെ കൊടുത്ത്. പക്ഷെ എന്താണെങ്കിലും അവൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ശരി, വിചാരിച്ചിട്ടില്ലെങ്കിലും ശരി, ദാറ്റ് വാസ് എ നൈസ് തിങ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആ വൈരാഗ്യം
ഒന്നും ഉള്ളിൽ വെക്കുന്നില്ലല്ലോ. അത് നല്ലൊരു ഹ്യൂമൻ ഒരു മനുഷ്യനായിട്ട് മാറട്ടെ. അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഈ വൈരാഗ്യം പരിപാടിയൊക്കെ അവിടെ അങ്ങ് വിടട്ടെ. അപ്പം ഇതിന് ശേഷം നമ്മുടെ ശ്രീതു അർജുൻ ജാസ്മിൻ ഇവർ 3 പേര് കിച്ചണിൽ നിൽപ്പുണ്ട്. അപ്പൊ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് ശ്രീതു അർജുനോട് ആരും കേൾക്കാത്ത മറ്റേ ചെവി ചോദിക്കുന്ന കണക്ക് തന്നെ ചോദിക്കുന്നത്, മറ്റേ ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ലൈവിലും കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലായി സംഗതി വേറൊന്നുമല്ല. ജാസ്മിനെ എന്തിനാണ് ജാൻമണി കെട്ടിപ്പിടിച്ചത്, അങ്ങനത്തെ ഒരു സാധനമൊക്കെ. കാരണം ഇവർ മൊത്തം ഫൈറ്റ് ആയിരുന്നല്ലോ, എന്നിട്ട് കെട്ടിപ്പിടിച്ചത് എന്തിനാ എന്നുള്ള സാധനമൊക്കെ അവിടെ ശ്രീതു ചോദിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു കോംബോ അവർ ബമ്പായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും. അപ്പൊ അതൊരു ചോദിക്കുന്നുണ്ട്. പിന്നെ അർജുൻ ഒരു ചെറിയ സങ്കടമുണ്ട്, കാരണം ജാൻമണി വന്നിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അർജുൻ ലൈവിൽ നമുക്ക് കാണാം ഇടയ്ക്ക് അങ്ങോട്ട് പോയി മുട്ടുന്നതും ഒക്കെ ഉണ്ട്. പക്ഷേ ജാൻമണി ചേച്ചി വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ കാണുകയും ചെയ്തു, അതായത് ഒരു ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ജാൻമണി ചേച്ചി വൈ ആർ യു ലുക്കിംഗ് അറ്റ് മീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അർജുൻ വൈ ആർ യു ലുക്കിംഗ് അറ്റ് മീ എന്നൊക്കെ ചോദിച്ചിട്ട് അർജുൻ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ജാൻമണി ചേച്ചി പറയുന്നുണ്ട് ഡോണ്ട് ലുക്ക് അറ്റ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. കാരണം ചേച്ചിക്ക് അങ്ങനെ പിടിക്കുന്നില്ല അന്നത്തെ ആ ഒരു സംഗതി, അത് വിടുക, ഞാൻ അതിനകത്തോടൊന്നും പോകുന്നില്ല. എന്തായാലും ചേച്ചി അവനെ ഇനി അടുപ്പിക്കത്തില്ല എന്നുള്ളൊരു സ്കീമിൽ തന്നെയാണ്. അതിനുശേഷം എല്ലാവരുടെയും എൻട്രിയെ പറ്റി പറയുന്നുണ്ട്. അതായത് എല്ലാവരും അലമാരിക്കകത്തായിരിക്കും വരുന്നത്, ബാക്കി എല്ലാവരും കൂടി ജാൻമണി ഇരുന്ന് ബാക്കി കണ്ടസ്റ്റൻസും എല്ലാം ഇരുന്നിട്ട് എല്ലാവരും ഇങ്ങനെ ആയിരിക്കും വരുന്നത്, എല്ലാവരും അലമാരിക്കകത്തായിരിക്കും വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ പർച്ചേസിങ്, അവരുടെ ഈ ആഴ്ചത്തെ ഫുഡിന്റെ ഒരു പർച്ചേസിങ് ടൈം കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഋഷിക്കുട്ടന് ജാൻമണി ചേച്ചി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സംഭവം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാൻമണി നമ്മുടെ ഋഷിയും അതുപോലെ തന്നെ അബിയും കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ ചോദിക്കുന്നു സായി എന്തിനാണ് ആ പടപ്പെട്ടി എടുത്തുകൊണ്ട് പോയത്, ആ ഒരു സാധനം ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, അബിക്കാണെങ്കിലും ശരി ഋഷിക്കാണെങ്കിലും ശരി സായി എടുത്തുകൊണ്ട് പോയ ആ പരിപാടിയോട് വലിയ താല്പര്യമില്ല. ഋഷി ഓപ്പൺ ആയിട്ട് അവിടെ പറയുന്നുണ്ട് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല അവൻ കാണിച്ചത്, ബാക്കി എല്ലാവർക്കും ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. വന്നപ്പോ തൊട്ട് ഇങ്ങനെ നമ്മളും കണ്ടതാണ്, അവൻ വന്നപ്പോ തൊട്ട് എല്ലാവരുടെയും പുറകെ പണപ്പെട്ടി നിങ്ങൾക്ക് എടുക്കുവോ, നീ എന്തിനാടാ ചെന്നുടനെ പണപ്പെട്ടി, നീ അവിടെ എന്തെങ്കിലും നീ അവിടെ കയറിയത് എന്തിനാ, നീ ഇത്രയും കാലം പുറത്തുനിന്ന് അവിടെ അകത്തുള്ളവരെ നീ വാല്യൂ ചെയ്തൊരുത്തനാ. നീ അവിടെ കയറിയപ്പം ഓക്കെ നിന്റെ ഇഷ്ടമാണ്, ചെന്നപ്പോഴേ പണപ്പെട്ടി എടുത്തോണ്ട് പോകാനുള്ള മൈൻഡായിരുന്നു, ഓക്കെ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ 24 മണിക്കൂർ ഇതിന്റെ പുറകെ നടക്കാതെ ഞങ്ങൾക്ക് കുറച്ച് കണ്ടന്റ് തരായിരുന്നു നിനക്ക്, നീ അത് ചെയ്തില്ല. അത് ഇവനെ പൊക്കാൻ വരുന്നവർ ഇവനെ ഇങ്ങനെ ഒന്നും പറയരുതെന്ന് പറയുന്നവർ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. നമുക്കൊന്നും കിട്ടിയിട്ടില്ല അവൻ്റെ നിന്ന്, അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഓക്കെ. അപ്പം അവിടെ ഉണ്ടായിരുന്നവർ തന്നെ അതപ്പം ഋഷിയൊക്കെ പറയുന്നുണ്ട് അവന് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യായിരുന്നു, കുറച്ചും കൂടെ അവൻ തന്നെ വേണമെങ്കിൽ കൊണ്ടുപോട്ടെ, കുറച്ചും കൂടെ എമൗണ്ട് ആയിട്ട് കൊണ്ടുപോകായിരുന്നു, എന്തിനാണ് അവൻ ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ എല്ലാവരും അവിടെ ചോദിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ബലൂൺ തട്ടി ഒരു 6 പേർക്കും, നമ്മുടെ ജാൻമണി വിധികർത്താവാണ്, ബാക്കി ഇവർ 6 പേർക്കും 5 ഡ്രസ്സ് വെച്ച് ടീഷർട്ട് വെച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ബലൂണും കൊടുത്തിട്ടുണ്ട്. ഈ ബലൂൺ തട്ടി ഇവർ ഓരോ ടീഷർട്ട് എടുത്തിടണം, അതാണ് സംഗതി. അപ്പൊ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ ആ ഗെയിം. അങ്ങനെ ആ ഒരു ഗെയിമിൽ ജാസ്മിൻ വിന്നർ ആവുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ജാസ്മിൻ വിന്നർ ആവുന്നതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ, അർജുനായിട്ട് സംസാരം വരുന്നുണ്ട്. ടീഷർട്ട് ഒരെണ്ണം ഇട്ടത് അങ്ങോട്ട് മാറിപ്പോയെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞത് 5 എണ്ണം ഇട്ട് തീർക്കാനേ പറഞ്ഞുള്ളൂ, എങ്ങനെ നേരെ അല്ലെങ്കിൽ കഴുത്ത് തിരിഞ്ഞു പോയി അങ്ങനത്തെ പരിപാടിയൊന്നും നോക്കേണ്ട കാര്യമില്ല. ജാസ്മിനും അർജുനും അത് പറഞ്ഞായിരുന്നു. ഇടയ്ക്ക് ഒരു ചെറിയ ഫൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഫൈറ്റ് ഒന്നും ഇല്ല ഇപ്പം, ജസ്റ്റ് ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് വരുന്നുണ്ട്, സംസാരിച്ച് അവിടെ തീർക്കുന്നുണ്ട്. ജാൻമണി ലാസ്റ്റ് ജാസ്മിനെ വിന്നർ ആക്കുന്നുണ്ട്. ജാൻമണി അപ്പൊ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇടാനേ പറഞ്ഞിട്ടുള്ളൂ, കൂളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ കാണുന്നത് നമ്മുടെ ജാസ്മോൾ അവിടെ കിടന്ന് പറയുന്നതാ എനിക്ക് കുറെ പേര് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ജാസ്മോൾക്ക് മെയിൻ ആയിട്ട് ആരാ വരണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജാസ്മോൾ മറ്റേ കോഴി മുട്ടയിടാൻ നടക്കത്തില്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കോഴി മുട്ടയിടാൻ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ കോഴിയുണ്ട്, അപ്പൊ കാണുമ്പോൾ അറിയാം. ഈ മുട്ടയിടാൻ നടക്കുമ്പോൾ കൊക്കോ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കും അതുവഴി ഇതുവഴിയൊക്കെ. ഏതാണ്ട് ആ ഒരു സാധനമാണ് ജാസ്മോളുടെ നമുക്കിത് കാണാൻ പറ്റിയത്. അങ്ങ് വെരുകി നടക്കുക. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഗബ്രിയെ മാത്രമല്ല കേട്ടോ, പൂജ വരണം, പൂജ എനിക്ക് കാണണമെന്നൊക്കെ എന്തായാലും പറയുന്നുണ്ട്. അതിനുശേഷം അടുത്തൊരു പെട്ടി, ഒരു ബോക്സ് അവിടെ വരുന്നുണ്ട്. അപ്പൊ പോയി നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ആ സമയത്താണ് ജാസ്മിൻ്റെ ഞാൻ ആദ്യമേ കാണിച്ച ഒരു കുഞ്ഞ്, അതൊക്കെ നമ്മുടെ കുഞ്ഞ് ആക്ടിങ് കേട്ടോ, അത്രയൊന്നും നമ്മൾ പാവപ്പെട്ടവൻ. അപ്പൊ എന്തായാലും അതിനേക്കാളും നന്നായിട്ട് ജാസ്മിൻ ചേച്ചി അഭിനയിക്കും. അത് ഇല്ല അങ്ങനെ പറയുന്നത്, സോറി അങ്ങനെ പറഞ്ഞ മോശമായി. ഇപ്പൊ അഭിനയമൊന്നും അല്ല കേട്ടോ, ജാസ്മിൻ ചേച്ചിക്ക് ഉള്ളതാണ്, നമുക്ക് അഭിനയമായിട്ട് തോന്നുന്നില്ല, ഉള്ളതാണത്. ജാസ്മിന്റെ ഉള്ളിലെ ഫീലിങ്സ് ആണത്, അത് അവൾ നല്ല വ്യക്തമായിട്ട് പുറത്ത് കാണിക്കുന്നത്. നമുക്ക് ആ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമ്മൾ ആ കൊച്ചിനെ അങ്ങനെ പറയരുത് അവൾ മോശം പെൺകുട്ടിയാണെന്ന്, അത് അവളുടെ മനസ്സിലെ ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ എടുക്കണം. അവൾക്ക് എന്തോ ഒരു കായുടെ കൂട്ടത്തിൽ ഒരു അക്ഷരം കൂടെ നിങ്ങൾ ഇട്ടോ, വേണമെങ്കിൽ ഴ ഇടാം, യാ ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്ഷരം ഇട്ടോ.
പക്ഷെ എനിക്കറിയാം ഉള്ളിലൊരു സാധനമുണ്ട്, ആ ഒരു അക്ഷരം കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവൾക്കുള്ള ഒരു പ്രശ്നം അതേ ഉള്ളൂ, ആ ഒരു കുഞ്ഞു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ കുഞ്ഞിനെ നല്ല കുഞ്ഞാണ് അവള്. എന്തായാലും അവള് അള്ളാനെയൊക്കെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ കാത്തോളനെ, എൻ്റെ കുഞ്ഞായിരിക്കണം, എൻ്റെ മോനായിരിക്കണം എന്നൊക്കെ പറഞ്ഞു ചെല്ലുന്നുണ്ട്. പക്ഷെ ചെന്നപ്പത്തേക്ക് യമുന ചേച്ചി പക്ഷെ അവളുടെ മുഖത്തെ സന്തോഷം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന കണ്ടു. ചേച്ചിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ചേച്ചി പക്ഷേ വന്ന ഉടനെ തന്നെ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചേച്ചി എന്നിട്ട് അർജുനെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോഴത്തേക്ക്, അർജുനോട് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ജാൻമണി വീണ്ടും അതിൻ്റെ ഇടയ്ക്കോട്ട് ചാടി ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കാണാം. ജാൻമണിക്ക് അർജുനെ ഇഷ്ടമല്ല, അപ്പം കൂടെ ചേച്ചിക്ക് ജാൻമണിക്ക് ഇഷ്ടമുള്ള ആരും അവനോട് മിണ്ടണ്ട, ആ ഒരു സാധനമാണ് ചേച്ചിയുടെ. നമുക്കറിയാലോ ചേച്ചി ആദ്യം തൊട്ട്. അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ചേച്ചി പറയുന്നുണ്ട് നോറയായിട്ട് അഭിനയിച്ചൊക്കെ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് യമുന പറയുന്നുണ്ട്, ജാൻമണിയുടെ കല്യാണമാണ്, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സാധനമൊക്കെ. എനിക്ക് അറിയത്തില്ല, അവിടെ വെച്ച് പറഞ്ഞതാണ്, അതിനകത്ത് ആയതുകൊണ്ട് തന്നെ ഉള്ളതാണോ ഇല്ലാത്തതാണോ ആണെന്നൊക്കെ പറയുന്നു. ജാൻമണിയും ഇങ്ങനെ വലിയ അനക്കമാ ശരി എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം. എന്തായാലും അതിന് ശേഷമാണ് ഈ നോറ, അല്ല അതിന് മുമ്പ് തന്നെയാണ് പറയുന്നത് നമ്മുടെ അർജുൻ നോറയായിട്ട് അഭിനയിച്ച് അടിപൊളിയായിരുന്നു, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നു. അതിനുശേഷം യമുന ചേച്ചി കിച്ചണിൽ നിൽക്കുകയാണ്. അപ്പൊ ജാസ്മിനും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടൊരു കോൺവെർസേഷൻ, അതായത് ചോദിക്കുന്ന വേറൊന്നുമല്ല, നോറ പോയപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി. അതായത് നോറ പോയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആർക്കും ഒരു ബോണ്ട് ഇല്ല, നിങ്ങൾക്ക് ഒരു സങ്കടമില്ല, ഇത്രയും ദിവസം നിന്നതല്ലേ, അതൊന്നും നിങ്ങളുടെ എനിക്ക് കണ്ടില്ല, എനിക്ക് ഭയങ്കര എന്തോ പോലെ ആയിപ്പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ പുറത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ചേച്ചി അവിടെ അത് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ചേച്ചി 1-2 കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് കാര്യം ചോദിച്ചത് ഇതാണ്. അപ്പം ജാസ്മിൻ ഒരു ആൻസർ പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് മനസ്സിലായി, ഇവക്ക് എല്ലാവരും പറയുന്നുണ്ടല്ലോ 23-ാം വയസ്സിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, കടങ്ങളൊക്കെ തീർത്തു, അതുകൊണ്ട് തന്നെ ഭയങ്കര മെച്യൂരിറ്റിയാണ്. ഒന്നും അല്ല. ലൈക്ക് അവള് 23-ാം വയസ്സിൽ അവള് മറ്റേ മേക്കൊക്കെ ചെയ്ത് നന്നായിട്ട് അവൾക്ക് സെല്ല് ചെയ്യാൻ പറ്റി. സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും ഇവിടെ ഒന്നും ചിന്തിക്കേണ്ട, അങ്ങനെയല്ല. അവളുടെ ആ ഒരു ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ വെച്ച് അവളുടെ ആ ഒരു സാധനം അവൾക്ക് സെല്ല് ചെയ്യാൻ പറ്റി ത്രൂ സോഷ്യൽ മീഡിയ. അപ്പൊ അവൾക്ക് കാശ് കിട്ടി. സോ അത് വെച്ച് അവൾക്ക് എല്ലാം ചെയ്യാൻ പറ്റി, അത്രേ ഉള്ളൂ. അല്ലാതെ അവൾക്ക് ഭയങ്കരമായിട്ട് മെച്യൂരിറ്റി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, യമുന ചേച്ചി ഈ ഒരു സാധനം പറയുമ്പോഴത്തേക്ക് ജാസ്മിൻ അടുത്ത വായിൽ പറയുന്നത് എന്താ പറയുക, അടുത്ത വായിൽ അടുത്തത് പറയുന്നത് അവൾക്ക് ആരോടും ഒരു ബോണ്ടില്ല, പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്രേ ഉള്ളൂ അവള്. എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് എന്താണെന്നറിയോ, നമുക്ക് വേണം, നമ്മളോട് ഇങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് കാണിച്ചാൽ മതി. അല്ല ഒരു പരിധിയിൽ കൂടുതൽ അങ്ങ് സ്നേഹം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു പണി കിട്ടും. പക്ഷെ എപ്പോഴും അത് ശരിയല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വീട്ടിൽ നമ്മൾ മാറി ഇത്രയും പേരുമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഗെയിമാണ്. സോ ആ ഗെയിമിനനുസരിച്ചാണ് ആ കുട്ടി നിൽക്കുന്നത് എന്നുള്ളൊരു മൈൻഡിലുള്ളവർക്ക് മനസ്സിലാവും. അത് അവിടെ കഴിഞ്ഞു. അവള് പോകുമ്പോഴത്തേക്ക് അത് അങ്ങനെ സ്നേഹിച്ചു വിടണം. അത് അങ്ങനെയാണ് വേണ്ടത്. ജിൻഡോ കാണിക്കുന്ന കണ്ടല്ലോ എല്ലാവരും, ഞാൻ അത്രേ പറയുന്നുള്ളൂ. അങ്ങനെ നിന്നാൽ മതി. അത് അഭിനയമാണെന്ന് കുറെ പേര് പറയുന്നു, എന്താണെങ്കിലും ആ ഒരു കാണിക്കുന്നുണ്ടല്ലോ, ആ ഒരു സാധനം കാണിച്ചാൽ മതി. അതാണ് മോളെ ജാസ്മിനെ നിനക്ക് അറിയാത്തത്. അത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു സ്പോൺസേർഡ് ടാസ്ക് അവിടെ നടക്കുന്നുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു. അതായത് ഓരോ ലെറ്റർ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അപ്പൊ ആദ്യത്തിനകത്ത് എന്താണ്, സുരേഷ് ഇഷ്ടപ്പെട്ട ആളാരാണെന്നോ എന്തോ ആയിരുന്നു. ഫസ്റ്റ് അഭിയാണ് പോയി എടുക്കുന്നത്. അപ്പം സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നു. അതിനുശേഷം ഏറ്റവും ഇവിടെ ഉള്ളതിനകത്ത് ഏറ്റവും നല്ല ഹാബിറ്റ് ഉണ്ടായിരുന്ന ആർക്കായിരുന്നു, ആരുടെ ഹാബിറ്റാണ് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ 2 ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് അഭിക്ക് വന്നത്. അഭി സുരേഷ് ഏട്ടനെ പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ട ആള്, നല്ല പോസിറ്റീവ് വൈബാണ്. നോറയുടെ ഹാബിറ്റ് നന്നായിരുന്നു. നോറ എന്താണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അവൾക്ക് ആരോട് ദേഷ്യം ഉണ്ടെങ്കിലും അവൾ കിച്ചണിൽ കുക്ക് ചെയ്ത് എല്ലാവർക്കും ഫുഡ് കൊടുക്കും. പിന്നെ ജാസ്മിൻ വരുന്നു. ജാസ്മിൻ സുരേഷ് ഏട്ടന്റെ പേര് സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ശ്രീധുവിന്റെ ഹാബിറ്റ് ആണ് ഇഷ്ടം. അതായത് ആര് വിഷമിച്ചിരുന്നാലും അവള് ചെല്ലും. ഇപ്പൊ ആൾക്ക് പറയണ്ട എന്താണ് വിഷമത്തിന്റെ കാര്യം പറയണ്ടെങ്കിലും അവൾക്ക് അത് കേൾക്കണ്ട, അവള് പിന്നെയും ചോദിക്കാൻ നിൽക്കത്തില്ല, അവളെ ഓക്കെ ആക്കി വിടും. പിന്നെ ഋഷി വരുന്നു. ഋഷിക്കും സുരേഷ് ഏട്ടനെയാണ് ഇഷ്ടം. പിന്നെ അൻസിബയുടെ ഹാബിറ്റ് ആണ് ഇഷ്ടം. അൻസിബ ഇതേപോലെ കിച്ചണിൽ നിന്ന് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം അടുത്ത റൗണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം. അതിനുശേഷം 3 പേരാണ് വരുന്നത്, നമ്മുടെ ശ്രീധു, അർജുൻ, ജിൻഡോ. അപ്പൊ ഇവർക്ക് 3 പേർക്കും കിട്ടുന്ന ഫസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓണം. ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓണമല്ല ഓണം, ഈ ഒരു പരിപാടി ബിഗ് ബോസിന് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ ഓണം ആരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം അവിടെ ഉണ്ടായിരുന്നതിനകത്ത് എന്നുള്ളൊരു ചോദ്യമാണ് കിട്ടുന്നത്. ഫസ്റ്റ് ശ്രീധുവിന് കിട്ടുന്നു. ശ്രീധു ശരണ്യയുടെ പേര് പറയുന്നു. പിന്നെ കിട്ടുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ നിങ്ങളെ കെയർ ചെയ്തിട്ടുള്ള ഒരു ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ആരാണെന്ന് ചോദിക്കുന്നു. അത് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് അർജുന്റെ പേര് പറയുന്നു. പിന്നെ അർജുൻ വരുന്നു. അർജുന് സിജോ ആണ് പറയുന്നത് ഓണം ആഘോഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്നലത്തെ സിജോ ഇറങ്ങിപ്പോയപ്പോൾ അർജുന്റെ കരച്ചിൽ കുറെ പേര് പലതും പറയുന്നുണ്ടായിരുന്നു. അതിനുള്ള പക്ക ഒരു ഉത്തരം, ഒരു ആൻസർ ഇന്ന് അർജുൻ പറയുന്നുണ്ടായിരുന്നു. ഈ സിജോയുടെ പേര് അവിടെ ഓണം ആരോട് ആഘോഷിക്കണം എന്നുള്ള സാധനം കിട്ടിയപ്പോൾ പറയുമ്പോൾ, കാരണം അർജുൻ പറയുന്നത് ഞാൻ നന്നായിട്ട് അവനുമായിട്ട് കണക്ട് ആയിരുന്നു. പിന്നെ അവൻ പോയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ പെട്ടെന്ന് എനിക്ക് അതിന് സങ്കടം വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കരയ പോലും ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട്. പിന്നെ ട്രസ്റ്റ് ആയിട്ടുള്ളത് ശ്രീധുവിനെയാണ്. പിന്നെ ജിൻഡോ വരുന്നു. ജിൻഡോയ്ക്ക് ജാൻമണിയാണ് എല്ലാം, അത് ജിൻഡോ ചേട്ടൻ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ
ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പം ജിൻഡോ ഉണ്ട്, നമ്മുടെ യമുനയുണ്ട്, അവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ, പിന്നെ അഭിഷേക് ഉണ്ട്, ഋഷി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് യമുന ഒരു സാധനം ചോദിക്കുന്നുണ്ട് ജിൻഡോയോട്. ജിൻഡോ ചപ്പാത്തിയൊക്കെ പണ്ട് പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നൊക്കെ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള സാധനം പിന്നെ ഓർമ്മയുണ്ട്. അതിനുശേഷം യമുന ചോദിക്കുന്നത്, ജിൻഡോ പുറത്തിറങ്ങിയാലും ഇപ്പൊ ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, നല്ലൊരു ക്യാരക്ടറായി, ഈ ക്യാരക്ടർ എന്നെ കീപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത് യമുന ഇട്ട് കൊടുത്തതാണ്. ജിൻഡോ എന്ത് പറയും, നമ്മൾ ഏറ്റവും കൂടുതൽ വെളിയിൽ നിന്ന് പറയുന്ന ഒരു കാര്യം അതാ, അതായത് ജിൻഡോ ചേട്ടന്റെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച്. അപ്പൊ ഇനി അങ്ങനെ ആയിരിക്കുമോ, അതോ ഇത് അഭിനയമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നു. അത് ചോദിച്ച ഉടനെ തന്നെ പുറകെ ഇരുന്ന് ജാസ്മിൻ ആകെ ചുമ്മാ എന്ത് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കണ്ടോണം എന്നൊരു സാധനം അവിടെ നിന്ന് ജാസ്മിൻ കൊടുക്കുമ്പോഴത്തേക്ക് ഋഷി സ്പോട്ടിൽ തന്നെ ഋഷി ഒരു സാധനം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. ഋഷി പറയും, നീ എന്നാ പുറകെ ക്യാമറ ആയിട്ട് പുള്ളിയുടെ പുറകെ നടക്കും, നോക്ക് പുള്ളി പോയി, പുള്ളി എങ്ങനെയാ നടക്കുന്നതെന്ന് എന്നൊക്കെ നോക്ക് എന്നൊരു സാധനം ഋഷി അവിടെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കൊടുക്കേണ്ടതായിരുന്നു ജാസ്മിന്. മനസ്സിലായില്ലേ? ജാസ്മിൻ എന്തിനാണ് കൂടുതൽ അറിയാൻ പോകുന്നത്, പുള്ളി പുറത്തിറങ്ങിയാൽ അങ്ങനെയാണെന്ന്. പുള്ളി അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ ലൈഫിന് അത് ഗുണമാവും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പുള്ളിയുടെ പുറകെ ക്യാമറ കൊണ്ട് നോക്കാൻ പോവല്ല. ഓക്കെ, അപ്പൊ അത് പറയുന്നു. അതിനുശേഷം അപ്പൊ തന്നെ വീണ്ടും യമുന ചോദിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും, കാരണം അതിന്റെ ഇടയ്ക്ക് ഇവരുടെ ഒരു കോൺവെർസേഷൻ വന്ന് കയറിയില്ല. അപ്പൊ വീണ്ടും യമുന ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പഠിച്ചൊരു കാര്യം ഞാൻ അത് ചെയ്യും എന്ന് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ്. അതിനുശേഷം നമ്മുടെ ഋഷിയും അതുപോലെ തന്നെ ജാൻമണിയും രാത്രി അവിടെ കിടന്ന് ജസ്റ്റ് ഇവരുടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതപ്പം ഇത് തന്നെയാ പറയുന്നത്, ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇവിടുത്തെ വാല്യൂ അറിയുന്നത്. അങ്ങനത്തെ പിന്നെ അവരുടെ ഒരു ചെറിയ കോൺവെർസേഷൻ കൊള്ളായിരുന്നു. എന്തായാലും മൊത്തത്തിൽ ഇന്നത്തെ ഒരു എപ്പിസോഡ് അവർ വരുന്നുണ്ട്. ഇനിയിപ്പോ നാളെ അടുത്ത ആളുകൾ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് നോക്കാം നമ്മുടെ ചോച്ചിയുടെ കുഞ്ഞുവാവയുടെ ചപ്പറിക്കുട്ടം വരുമോന്ന്. ചപ്പറിക്കുട്ടം വന്നില്ലെങ്കിൽ അയ്യോ കുഞ്ഞുവാവ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും കേട്ടോ. ഇന്നവിടെ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കോഴി മുട്ടയിടാൻ നടക്കുമായിരുന്നു കുഞ്ഞ്. അതുവഴിയെങ്കിലും കക്കൂസിനകത്തൂടെ ക്ലോസിനകത്തൂടെ എങ്ങാനും പൊങ്ങി വരുമോ എന്നൊക്കെയാണ് തോന്നുന്നു. അവൾ നോക്കിക്കൊണ്ട് നടന്നത് എല്ലായിടത്തും ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. എന്തായാലും അവള് വിലകി നടക്കുന്നുണ്ടായിരുന്നു അവിടെ. വരട്ടെ, ജാസ്മിന്റെ ഒരു ആശ്വാസം കിട്ടട്ടെ. ഇനി അവൻ വന്നിട്ട് ഇത്തിരി ആശ്വാസം കിട്ടുമെങ്കിൽ. ഓക്കെ, അത്രയും ദിവസം കൂടെ കുഞ്ഞിന് അത്രയും ദിവസം വെയിറ്റ് ചെയ്യാൻ വയ്യ, അതുകൊണ്ടല്ലേ, വരട്ടെ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നടന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ, വലിയ നഷ്ടമൊന്നും വരത്തില്ല.